നമസ്കാരം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജുഡീഷ്യറിക്കും ചെയ്യാൻ കഴിയാത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിനായി ഇന്ത്യയിലെ വോട്ടർമാർ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം മത്സരിപ്പിക്കാൻ ശ്രമിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശാസിക്കുകയും വൻകിട ബിസിനസ്സുകാരുമായുള്ള സൗഹൃദ ബന്ധത്തിന് അവരുടെ സംശയാസ്പദമായ സംഭാവനകൾക്ക് ആക്കം കൂട്ടുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം മോദിക്ക് തന്റെ BJP പാർട്ടി ആസ്വദിച്ച പാർലമെന്ററി ഭൂരിപക്ഷമാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ന്യൂനപക്ഷ സർക്കാരും മോദിക്കൊപ്പമുണ്ട്. അവരിൽ ചിലർ കുപ്രസിദ്ധരായ ചപലരാണ്. 3 വർഷം മുമ്പ് തന്റെ വിവാദ കാർഷിക നിയമങ്ങളുടെ പേരിൽ ശിരോമണി അകാലിദൾ അദ്ദേഹത്തെ വെല്ലുവിളിച്ചപ്പോൾ നരേന്ദ്രമോദി അനങ്ങാതെ കല്ലുപോലെയാണ് തുടർന്നത്. അകാലികൾക്കാണ് പുറത്തു പോകേണ്ടി വന്നത്. ധീരമായ മുഖമുയർത്തി 3ാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയത് ചരിത്രപരമായ നേട്ടമാണെന്നാണ് മോദി പറയുന്നത്. ദൈവിക ഉത്ഭവം അവകാശപ്പെടാൻ തുടങ്ങിയ തന്റെ അജയ്യതയെക്കുറിച്ച് വളരെ ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫലം അതിശയകരമായ വ്യക്തിപരമായ തിരിച്ചടിയായാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പരമമായ സത്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നരേന്ദ്രമോദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെ ഞാൻ ജൈവികമായി ജനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ അവരുടെ മരണശേഷം എൻ്റെ എല്ലാ അനുഭവങ്ങളും നോക്കുമ്പോൾ ദൈവമാണ് എന്നെ അയച്ചതെന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ ഊർജം ഒരു ജൈവ ശരീരത്തിൽ നിന്ന് വന്നതല്ല. എന്നാൽ ഈ സ്വയം പ്രഖ്യാപിത ദൈവദൂതനെ വോട്ടർമാർ ഒരു ഇടിമുഴക്കത്തോടെയാണ് ഭൂമിയിലേക്ക് ഇറക്കി ഊക്കിവിട്ടത്. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ താൻ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തെക്കുറിച്ച് കള്ളം പറഞ്ഞ അതേ അഭിമുഖത്തിൽ ആകസ്മികമായി മോദിയുടെ ദൈവത്വ അവകാശവാദം വന്നു. ബൻസ്വാരയിൽ വെച്ച് അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്നും കൂടുതൽ കുട്ടികളുള്ള ആളുകളെന്നും വിശേഷിപ്പിച്ചിരുന്നു. മോദി വെറുതെ മുസ്ലിങ്ങളെ ദുരുപയോഗം ചെയ്യുകയല്ല, മറിച്ച് അവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൈമാറുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ തടയാൻ കഴിവുള്ള ഒരേ ഒരു നേതാവാണ് എങ്ങനെയെന്ന് ഇന്ത്യയിലെ ഹിന്ദു വോട്ടർമാരിൽ യുക്തിരഹിതമായ ഉത്കണ്ഠ ഉളവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. റാലിക്ക് ശേഷവും കുറേശ്ശെ വ്യത്യാസങ്ങളോടെ മോദി ഈ ആരോപണം ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ അസംബന്ധ അവകാശവാദം വിശ്വസിക്കാൻ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ പാർട്ടി മോശമായ ആനിമേറ്റഡ് വീഡിയോകൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു അഭിമുഖത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുകയാണെന്ന് ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്തുന്നതിനായി തന്റെ ഓഫീസിലെ ഗവേഷകർ വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു പഠനത്തിന്റെ സംശയാസ്പദമായ കണ്ടെത്തലുകൾ അദ്ദേഹം വളച്ചൊടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് മോദിക്ക് മുസ്ലിങ്ങളോട് ഇത്രയധികം അഭിനിവേശം? ഒന്ന്, അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ DNA ഭാഗമാണ്. BJPയുടെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിലാണ് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത്. ഇന്ത്യ 800 വർഷമായി മുസ്ലിങ്ങൾ അടിമകളാക്കിയ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന RSSന്റെ വിശ്വാസത്തെ ചുറ്റിപ്പറ്റിയാണ് ആ ഒരു സംഘടന ഉണ്ടായത്. ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്ഥിതിവിവര കണക്കനുസരിച്ച് നോക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ കൂട്ടരാണ്. യഥാർത്ഥത്തിൽ പ്രിവിലേജ് ഉള്ളവരാണെന്നും ഹിന്ദുക്കളെക്കാൾ കൂടുതൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നവരാണെന്നും മുസ്ലിങ്ങളുടെ ആനന്ദം തുടരുന്നിടത്തോളം ഇന്ത്യക്ക് യഥാർത്ഥ മഹത്വം കൈവരിക്കാനാവില്ലെന്നുമാണ് മോദി വിശ്വസിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ പ്രഖ്യാപനങ്ങൾ അടുത്തിടെ ഉയർന്നതിന് രണ്ടാമത്തെ കാരണം യഥാർത്ഥ നേട്ടങ്ങളിലൂടെ ഒന്നും കാണിക്കാനില്ലാതെ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തൊഴിലില്ലായ്മയും ഗ്രാമീണ നിരാശയും വ്യാപകമാണ്. കൂടാതെ 800 ദശലക്ഷം ഇന്ത്യക്കാർ അവർക്ക് സർക്കാർ നൽകുന്ന സൗജന്യ ധാന്യം കൊണ്ട് ഉപജീവനം കഴിക്കുകയാണ്. ഇത് വലിയ അളവിൽ വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാൻ സഹായിക്കുന്നുമുണ്ട്. മുസ്ലിം ആക്ഷേപം ഇതാണ് മോദിയുടെയും പരിവാരങ്ങളുടെയും തുറുപ്പുചീട്ട്. മതത്തോടുള്ള പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള രീതിയിൽ വോട്ടിനായി അഭ്യർത്ഥിച്ച് പ്രചാരണം നടത്തുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം നിയമവിരുദ്ധമാണെന്നും ഒരു രാഷ്ട്രീയക്കാരനെ 6 വർഷത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് ഇത് വിലക്കാമെന്നുള്ളതും പരസ്യമായ ഒരു രഹസ്യമാണ്. എന്നിരുന്നാലും ഈ നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 3 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒന്നും പറയില്ലെന്ന് മോദി കൃത്യമായി കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ കേസെടുക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ട ചില പൗരന്മാർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അവർക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്ന ഉപദേശം പാക്ക് ചെയ്ത് അയക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട ഹർജികൾ കോടതി തള്ളിക്കളഞ്ഞെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും BJPയുടെ പണബലത്താൽ വളച്ചൊടിച്ച തെരഞ്ഞെടുപ്പ് യുദ്ധക്കളത്തിന് നന്ദി. എന്നിരുന്നാലും വൻകിട മാധ്യമങ്ങളുടെ പക്ഷാപാതത്തിനും പ്രതിപക്ഷത്തിനെതിരെ ഭരണകൂടത്തിന്റെ നിർബന്ധം ഉപയോഗിക്കാനുള്ള സ്വന്തം സന്നദ്ധതയ്ക്കും നന്ദി. ഒരു സഖ്യത്തിന്റെ സഹായത്തോടെ തന്റെ നഷ്ടങ്ങൾ പരിമിതപ്പെടുത്താനും ഫിനിഷിംഗ് ലൈനിൽ ഉടനീളം മുടന്താനും മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ശക്തൻ ദുർബലനാണെന്ന് തോന്നുമ്പോൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് അപകടകരമാക്കുമെന്നുള്ള മാതൃകയാണ് മോദിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു ജാഗ്രത എപ്പോഴും നല്ലതാണ്. മോദി ഇതിൽ നിന്നും ഒരടി പോലും വ്യത്യസ്തരാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതേയില്ല. തൻ്റെ 2ാം ടേമിൽ ഇന്ത്യയുടെ പൈതൃക
മാധ്യമങ്ങളെ ദേശീയ നാണക്കേടാക്കി മാറ്റിയ ഭീഷണികളും അപവാദങ്ങളും അവഗണിച്ച് ദശലക്ഷക്കണക്കിന് വായനക്കാരിലേക്കും കാഴ്ചക്കാരിലേക്കും പ്രവർത്തിക്കാനും ഇതുവരെ സാധിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭ്രാന്തമായ ഡിജിറ്റൽ മീഡിയകളുടെ സ്ക്രൂകൾ ശക്തമാക്കാൻ മോദി തുടങ്ങിയിരിക്കുകയാണ്. തന്റെ 3ാം ടേമിൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ സംവിധാനം ഉപയോഗിക്കുന്നതിൽ മോദി കൂടുതൽ അക്രമാസക്തനാകാനും സാധ്യതയുണ്ട്. അതുപോലെ വ്യക്തിഗത നേതാക്കളുടെ പിന്നാലെ പോയി പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ വീണ്ടും ഉപയോഗിക്കാനും അദ്ദേഹം ശ്രമിക്കും. മോദി ഇതുവരെ സ്വീകരിച്ച പാതയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇടപെടേണ്ടത് അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളും ജുഡീഷ്യറിയുമാണ്. മോദി സംഖ്യാപരമായി ദുർബലനാണെന്നത് ഈ കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന് ചില ചെറുത്തുനിൽപ്പ് നേരിടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ആകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. തൻ്റെ ആദ്യ 2 ടേമുകളിൽ വിദേശ ശക്തികളുടെ പ്രത്യേകിച്ച് US-ലെയും യൂറോപ്പിലെയും പിന്തുണയും സൗഹാർദ്ദവും രാഷ്ട്രീയമായി സ്വയം ശക്തിപ്പെടുത്താനുള്ള ഒരു ശക്തിയായി മോദി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതും മാറണമെന്നില്ല. അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ തൻ്റെ തുറന്ന ഇസ്ലാമോഫോബിയയും സ്വേച്ഛാധിപത്യ പ്രവണതകളും സൃഷ്ടിക്കുന്ന ഏതൊരു വിദ്വേഷവും ഇല്ലാതാക്കാൻ പാശ്ചാത്യ കമ്പനികൾക്ക് ലാഭകരമായ ബിസിനസ് അവസരങ്ങളും US-ഉം ചൈനയും തമ്മിലുള്ള രൂക്ഷമായ വിള്ളലും അദ്ദേഹം പ്രയോജനപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. RSSന്റെ വിനാശകരമായ കാഴ്ചപ്പാടിന്റെ ടെക്നോ കോർപ്പറേറ്റ് വകഭേദമായ ഇന്ത്യക്കായി 1000 വർഷത്തെ പദ്ധതിയുണ്ടെന്ന് വീമ്പിളക്കുന്ന ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി. അതത്ര എളുപ്പത്തിൽ അദ്ദേഹം ഉപേക്ഷിക്കാനും പോകുന്നില്ല. തൻ്റെ റീച്ചിനായി ഒരു സഹസ്രാബ്ദത്തെ സ്വപ്നം കണ്ട അവസാന ലോക നേതാവ് തൻ്റെ രാജ്യത്തെ നശിപ്പിക്കാനും ഒരു മടിയും കാണിക്കില്ല. തങ്ങളുടെ ഭരണഘടനയെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കാർ അവരുടെ അവകാശങ്ങൾ, അവരുടെ നാഗരികത, അവരുടെ സാഹോദര്യം കൂടുതൽ നിർണായകമായ ഒരു റൗണ്ടിന് സ്വയം ഒരുക്കേണ്ടി വരും. ചലേ ചലോ ഒരു പുതിയ പ്രഭാതത്തിനായുള്ള അന്വേഷണത്തെക്കുറിച്ച് ഫൈസ് എഴുതിയതുപോലെ കി വോ മൻസിൽ അഭി നഹീനായി, സുരക്ഷിതമായ ഒരു തുറമുഖം ഇനിയും അകലെയാണ്.